മൂന്നാം ഭാഗത്തിലെ ആ കഥാപാത്രം കവല എന്ന് പറയുന്ന കഥാപാത്രം, കവല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വേറൊന്നുമില്ല, ഒന്നുമില്ലൊരു ജംഗ്ഷൻ ഉള്ളൂ. അതിനകത്ത് അത് അങ്ങനെ തന്നെ എഴുതി കഥാപാത്രത്തിന്റെ പേര് എഴുതി വന്നാണ്. അത് ഇൻസ്റ്റിങ് ആണോ? അത് അല്ല, കവല എന്ന് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു. അത് എന്താണെന്ന് ഞാൻ പിന്നീട് സാറിനോട് ചോദിച്ചിട്ടില്ല. കവല കവല എന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പോഴും എനിക്ക് ഈ കവല കവല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എന്നെ വിളിക്കും കവലെ, കല്യാണി കവല, ഇങ്ങനെ എന്നെ വിളിക്കും. എനിക്ക് അതൊരു ഇതാണ്. അത് നമ്മൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതും പ്ലസ് പോയിന്റ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞൊരു നടനാണ് ജഗതി ചേട്ടൻ. അന്ന് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കാർ ആക്സിഡന്റ് ആയിട്ട് കാലിൽ 6-7 സ്റ്റിച്ച് ഉണ്ട് കാലിൻ്റെ അടിയിൽ, ഒരു വിരലിന്റെ താഴെ. എന്നിട്ടൊരു കെട്ടിട്ട് പത്മനാഭൻ സാറോട് പറഞ്ഞു, ഇത് ഞാൻ ഒരു കുഴപ്പമില്ലാതെ ആയിക്കോളാന്ന് പറഞ്ഞു. ഞൊണ്ടിയിട്ട് കവല പോണ കണ്ടിട്ടില്ലേ കാലിൽ, അത് ശരിക്കുള്ള കെട്ടാണ്. അത് അങ്ങനെ ആക്കിയെടുത്തു. അതാണ് എന്തെങ്കിലും നമുക്കുള്ള ഡിഫക്റ്റ് പോലും പ്ലസ് പോയിന്റ് ആക്കി എടുക്കുന്ന നടന്മാരെന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോഴും മൂന്നാം പക്കം സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോടി എത്തുന്ന കടലിൽ പോയി കഴിഞ്ഞിട്ട് വിവരം മൂന്നാം പക്കം ബോഡി പൊങ്ങി വരുമ്പോൾ ഓടി വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിലും കരഞ്ഞു പോകും. അതാണ് 3 ദിവസം ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും കുടുംബവും സുഹൃത്തുക്കളും കാമുകിയും എല്ലാം അല്ലേ. എന്തൊരു കൺസെപ്റ്റാണ് ഇത്. അത് സാറിന് കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? അപരനൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നതിന് മുമ്പായിരുന്നു പറഞ്ഞത്. ഒരു പേപ്പർ കട്ടിംഗ് ആയിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ഒരു പേപ്പറിൽ വന്ന് വെറും കട്ടിങ്ങാണ്, ചെറിയതായിട്ട്. മെഡിക്കൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോടൊപ്പം കന്യാകുമാരി ഭാഗത്ത് കുളിക്കാൻ വന്നിട്ട് അവധിക്കാലം ആഘോഷിക്കാൻ വന്ന മെഡിക്കൽ വിദ്യാർത്ഥിയും സുഹൃത്തുക്കളോടൊപ്പം വന്നിട്ട് മുത്തശ്ശൻ്റെ കൂടെ താമസിച്ച് ഇവിടെ ഇതായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു എന്ന് വന്ന കോവളം എന്ന് പറഞ്ഞ ന്യൂസ് വെറുതെ കട്ട് ചെയ്തെടുത്ത് വെച്ചു പത്മനാഭൻ സാർ. ഇതിൽ നല്ല സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് മൂന്നാം ഭാഗം. അതാണ് ഒരു ബ്രില്യൻ്റ് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരാളുടെ വിഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ഫിലിം ആണോ മൂന്നാം ഭാഗം? അല്ല, അപരൻ. അത് കഴിഞ്ഞിട്ടാണ് മൂന്നാം ഭാഗം. അപ്പോൾ ഒരു ഡയറക്ടറുടെ വിഷൻ എന്ന് പറഞ്ഞാൽ അത്. പിന്നെന്ന് വെച്ചാൽ സാറ് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴൊക്കെ കൂടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപരൻ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി മിമിക്രിക്ക് പോരുത്, അടുത്ത സിനിമയും കൂടി എൻ്റെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ല അതും ഈ സ്റ്റേജ് പെർഫോമൻസിന് ഇനി പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ കൂടെ തന്നെ ഐശ്വര്യ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ജഗതിയിലെ ഫ്ലാറ്റ് ഉണ്ട്. അതിൽ തന്നെയാണ് ഞാനും സ്ഥിരതാമസം. അപ്പോൾ സാറ് രാവിലെ എഴുതാൻ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ച് പുറത്തിറങ്ങുന്നവരെ എന്തെങ്കിലും ഇടയ്ക്ക് ചായയോ കാപ്പിയൊക്കെ കൊടുക്കണമെങ്കിൽ അത് ഇത് അങ്ങനെ സാറിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ട്. സാറിനൊക്കെ ഒന്ന് സെർവ് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ള ഒത്തിരി അങ്ങാട്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് അല്ലായിരുന്നു അവർ. അവർക്കൊക്കെ ഒരു തരം കോംപ്ലക്സും ഈഗോയും ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ഈ ഫീൽഡിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊന്നും ഒരിക്കലും പാടില്ല. കോംപ്ലക്സ് ഈഗോ എന്ന് ഇത് സാറ് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും സാറിൻ്റെ എഴുത്തെങ്ങനെയാണ് വലുതായിട്ട് ഇങ്ങനെ എഴുതി പോകും. ഇത്രയും പേപ്പർ ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ അത് മുഴുവൻ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പുറത്തിറങ്ങിയിട്ട് എന്താ എനിക്ക് ഓർമ്മയുണ്ട്, ഇതേപോലത്തെ ജുബ്ബയെ സാറ് വൈകുന്നേരം ഇടുക. വൈകുന്നേരം ജുബ്ബയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നാൽ നമുക്ക് ഒരു തട്ടടിക്കാം അല്ലടാ വാ എന്ന് പറഞ്ഞിട്ട്. അതെ, നമുക്ക് ആ തമ്പാനൂർ സൈഡ് പോയാലോ ചോദിക്കും. അപ്പോൾ ശ്രീ ഗാന്ധിമതി ബാലൻ, ഹരിപ്പോത്തൻ, തോംസൺ മേനോൻ, തോംസൺ ബാബു, ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഒരു നടത്തമാണ് അത്. ഒരു ഫ്രണ്ടിൽ ലീഡർഷിപ്പ് സാർ ഇങ്ങനെ നടക്കും. വൈകി തിരുവനന്തപുരത്തുകാരൊക്കെ നമസ്കാരം സാർ, നമസ്കാരം, ഞങ്ങളൊരു തട്ടടിക്കാൻ പോവുക. കൂടെ ഞാൻ പോകുമ്പോൾ ഇവനറിയോ എൻ്റെ പുതിയ പയ്യനാ ജയറാം. അപ്പോൾ ആൾക്കാർ അതൊക്കെ ഒരു കമാൻഡിങ് അല്ലേ, നമുക്കൊരു സന്തോഷമുള്ള നിമിഷങ്ങളാണ്. സാറ് മരിച്ചപ്പോൾ ഞാൻ അതല്ലേ പറഞ്ഞത്, നമുക്ക് ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു ഡൗൺഫോൾ വരുമ്പോൾ പോയിട്ട് എനിക്കൊരു സിനിമ എൻ്റെ വളരെ മോശം എല്ലാ സിനിമകളും എനിക്കൊരു സിനിമ വേണമെന്ന് ചോദിക്കാൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നാലും ഞാനൊരു കാര്യം ചോദിക്കാം ജയറാമേട്ട, എപ്പോഴെങ്കിലും ജയറാമേട്ട ഇത്രയും നാളും അഭിനയിച്ചു, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിനൊരു എന്താ പറയുന്നത്, ഈ ക്യാരക്ടർ ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു അവാർഡ് ഞാൻ പ്രതീക്ഷിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയോടെ ചെയ്ത ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നിയ 2 സിനിമകളുണ്ടായിരുന്നു. ഒരു കമലിന്റെ നടൻ എന്നുള്ള സിനിമകളെ തീർത്ഥാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എനിക്ക് തോന്നുന്നു എന്താ തീർത്ഥാടനത്തിന്റെ ലുക്ക് തന്നെ അല്ലേ. പിന്നെന്താ വെച്ചാൽ തൃത്താല കേശവൻ എന്ന് പറയുന്ന ഒരു വലിയ ചെണ്ട വിദ്വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ തൃത്താല കേശവൻ. അപ്പോൾ തൃത്താല കേശവൻ ആരാണ് എന്താണെന്ന് അറിഞ്ഞാലാണ് ഞാൻ ചെയ്ത സിനിമയിൽ എത്രമാത്രം ഞാൻ അതിനകത്ത് ആ ക്യാരക്ടറിന് നീതി പുലർത്തിയിട്ടെന്ന് മനസ്സിലാവുള്ളൂ. തൃത്താല കേശവൻ എന്ന് പറഞ്ഞാൽ ഈ ജനറേഷൻ ആരാന്ന് പോലും ചിലപ്പോൾ പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല. തൃത്താല കേശവൻ എന്ന് പറയുന്ന ആൾക്കൊരു കുറച്ചൊരു എക്സെൻട്രിസിറ്റി ഞാൻ പറയില്ല, എല്ലാം
ഒരു ഹൈപ്പറായിട്ട് ചെയ്യുന്നതുണ്ടായിരുന്നു. ചെണ്ട കൊട്ടുകയാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ സാധകം ചെയ്യുകയാണെങ്കിൽ നിലാസാധകം എന്ന് പറഞ്ഞാൽ രാവും പകലും നിലാസാധകം ചെയ്തുകൊണ്ടിരിക്കും. അത് വെച്ചിട്ടൊരു സിനിമ ചെയ്തു ഷാജിയൻ കരുണ്ട്. അത് എത്തരത്തിലുള്ളതാണ്, ഞാൻ ആ കഥാപാത്രത്തിനോട് എത്രത്തോളം ഒരു നീതി പുലർത്തിയിട്ടെന്ന് അറിയണമെങ്കിൽ തൃത്താല കേശവൻ ആരാണെന്ന് അറിയണം, തൃത്താല കേശവൻ്റെ കഴിവ് എത്രമാത്രമാണെന്ന് അറിയണം. അത് തൃത്താല കേശവൻ ആരാണെന്നും ചെയ്തിരിക്കുന്ന കഥാപാത്രം എന്താണെന്നും അതിന് മാർക്കിടാനിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായെങ്കിൽ ഒരുപക്ഷെ എന്നെ അംഗീകരിക്കപ്പെടുമായിരുന്നു, അത് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു വിഷമവുമില്ല. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വളരെ സന്തോഷമാണ്. കാരണം അത്രയും ഒരു ലെജൻഡായിട്ടുള്ള ഒരാളെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ചെണ്ടയ്ക്കകത്ത് ഇനി എന്തൊക്കെ ചെയ്യാമോ ഇനി എനിക്ക് തോന്നിയിട്ടില്ല മലയാള സിനിമയിൽ അതിനു മുകളിൽ ഒരു ആക്ടറെ വെച്ച് ഞാൻ നന്നായി ചെയ്തത് അതല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് ചെണ്ടയിലുള്ള പഞ്ചാരിമേളം, പാണ്ടിമേളം, ത്രിപട, ചെമ്പട, തായമ്പക, പഞ്ചവാദ്യവും തായമ്പകയും കൂടി ഒറ്റയ്ക്ക് അങ്ങനെ ചെണ്ടയിൽ ഇനി എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ഷാജിയൻ കരുൺ എന്നെക്കൊണ്ട് ഫുൾ ചെയ്യിച്ച് അത് മുഴുവൻ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. പിന്നെ അതിന് അംഗീകാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. അതൊരു 8 പേര് ചുറ്റും കൂടി ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്. അത് അവർക്ക് നല്ലതാണെന്ന് തോന്നിക്കുക. ജഗതി ശ്രീകുമാറിന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് സംസ്ഥാനത്തൊരു രണ്ടാമത്തെ സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയത്? അല്ല, അദ്ദേഹം പിന്നെ സർക്കാരിന്റെ ഇതുവേ വേണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പോലും ഞാൻ ചോദിക്കുന്നത് കിട്ടിയിട്ടില്ല. അത് ആകെ ഒരു പ്രാവശ്യം ഒരു സപ്പോർട്ടിംഗ് ആക്ടർ കിലുക്കം എന്നുള്ള സിനിമയ്ക്ക് അദ്ദേഹം വന്ന ശേഷം ഏകദേശം 25-30 വർഷം കഴിഞ്ഞിട്ടാണ് ജഗതി ശ്രീകുമാർ എന്നുള്ള നടൻ ഇവിടെ ഉണ്ടെന്നുള്ളത്. അതെ അതെ, പ്രേക്ഷകരുടെ ഇഷ്ടമാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല എന്ന് വെച്ചാൽ അംഗീകാരം മോശങ്ങളല്ല, ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ അത് അത്ര അംഗീകരിക്കപ്പെടുന്നവരേ ഉള്ളൂ നല്ല നടൻ നമുക്ക് ഒരിക്കലും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല.